ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഓൺട്രപ്രണേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് നല്ല സ്റ്റാഫിനെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് നല്ല സ്റ്റാഫിന് പകരം നല്ല ടൂളുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ? അങ്ങനെയുള്ള 6 ടൂളുകളും സോഫ്റ്റ്വെയറുകളുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതുപയോഗിച്ച് പല സ്റ്റാഫിനെയും നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്റ്റാഫ് വേണ്ടെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ പൊളിക്കില്ലേ? ഏറ്റവും ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് CRM സോഫ്റ്റ്വെയർ തന്നെയാണ്. CRM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഈ കസ്റ്റമർ റിലേഷൻസിലുള്ള ഒരുപാട് ആളുകളെ വേണമെങ്കിൽ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ലീഡ് ജനറേഷൻ പണ്ട് കാലത്ത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും ആളുകൾ ഇരുന്ന് വിളിച്ച് തന്നെ ലീഡ് ജനറേറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷേ ഇന്ന് ഒറ്റയടിക്ക് തന്നെ ബൾക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യുകയും ഓട്ടോമേറ്റ് ചെയ്യുകയും ഈ പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ലീഡുകൾ ജനറേറ്റ് ചെയ്യാം. ഈ ലീഡുകൾക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വേണമെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഫോളോ അപ്പുകൾ കൊടുക്കാം. അതിൽ പ്രകാരം തന്നെ ഈ ലീഡുകളുടെ ക്വാളിറ്റി അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ അനുസരിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാം. ഈ സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് പൈപ്പ് ലൈനിൽ ഓരോ കാറ്റഗറിയിലും, ഹോട്ട് കാറ്റഗറിയിൽ, വാം കാറ്റഗറിയിൽ, കോൾഡ് കാറ്റഗറിയിലൊക്കെ എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസ് അനലിസ്റ്റിൻ്റെ റോള് അവിടെ ഈ CRM നിർവഹിക്കുന്നുണ്ട്. ഒപ്പം ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് അസിസ്റ്റൻറ്റിൻ്റെ റോള് ഇത് നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല റോളുകളെയും ആക്ച്വലി നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ഒരു CRM നമ്മളെ സഹായിക്കുന്നു. യാതൊരു സംശയം വേണ്ട, എൻറ്റയർ സെയിൽസിനെയും കസ്റ്റമർ റിലേഷൻസിനെയും ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു ടൂളാണ് CRM. ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വലിയൊരു അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ അൺനെസസറി ആയിട്ട് കുറേ ആളുകൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ മാറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് CRM ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഒറ്റ അടിക്ക് ഒരു CRM കൊണ്ടുവന്ന് വെച്ച് നാളെ തന്നെ ആളുകളെ മാറ്റാമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതിനൊരു ട്രെയിനിങ് ആവശ്യമാണ്, ഒരു പ്രോസസ്സ് ആവശ്യമാണ്. ഏകദേശം ഒരു 6 മാസമുള്ള ഒരു പ്രോസസ്സിലൂടെ ഒരു CRM നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്താൽ പല ആളുകളെയും നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്ങും ഇൻവെൻട്രിയും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ സോഫ്റ്റ്വെയറുകൾ, ടാലി ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ സോഹോ ബുക്സ് ഒക്കെ ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാലുള്ള മെച്ചം എന്താ വെച്ചാൽ, കൃത്യമായി അക്കൗണ്ടിങ് പ്രോസസ്സ് നടക്കുകയും കൃത്യമായിട്ടുള്ള അനാലിസിസുകൾ കൃത്യമായ ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എത്രയാണ് നമുക്ക് റിസീവബിൾസ് ഉള്ളത്, പേയബിൾസ് ഉള്ളത്, നമുക്ക് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എത്രയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കീ ആയിട്ടുള്ള മെട്രിക്സ് നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും ഒരു ഫൈനാൻസ് മാനേജറുടെ റോള് പോലും ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന് നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ഈ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് പണ്ട് കാലത്ത് ചെയ്തിരുന്ന റോളുകളെല്ലാം തന്നെ ഇപ്പോൾ ഈ പറയുന്ന AI ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും ഏറ്റവും നല്ല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പല ആൾക്കാരും പൈസയൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് ഫീച്ചേഴ്സ് ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കും. ഈ ഫീച്ചേഴ്സും മനസ്സിലാക്കി നല്ല സാധനങ്ങൾ മേടിച്ച് വെക്കുക. കാരണം ഇത് നമ്മളുടെ ഹാർട്ട്, ഒരു മനുഷ്യൻ്റെ ഹാർട്ട് എന്ന് പറയുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സിസ്റ്റം. ഈ സിസ്റ്റത്തിനെ എല്ലാം പ്രവർത്തിക്കുന്ന ആ ഒരു സ്ഥിരാ കേന്ദ്രം എന്ന് പറയുന്നത്, പമ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻ പമ്പ് ചെയ്യുന്നത് ഈ പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക വളരെ പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം പ്രൊജക്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. പല തരത്തിലുള്ള പ്രൊജക്റ്റുകൾ റൺ ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഓർഗനൈസേഷനിൽ. ഈ ഓർഗനൈസേഷനിൽ റൺ ചെയ്യുന്ന പ്രൊജക്റ്റുകളിൽ ശരിക്കും ഈ പ്രൊജക്റ്റ് അസിസ്റ്റന്റുമാരെ ഒഴിവാക്കാൻ പറ്റുന്ന പരിപാടിയാണ് കൃത്യമായിട്ട് ഗാൺ ചാർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ട് കൃത്യമായ പ്രോഗ്രസ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന പ്രൊജക്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകൾ. ഈ ക്ലിക്കപ്പ് പോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ അതിനകത്ത് വളരെ പ്രധാനമാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന ക്ലിക്കപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. വളരെ ഭംഗിയായിട്ട് പ്രൊജക്റ്റിന് നമുക്ക് ഒരു ഡാഷ്ബോർഡിലേക്ക് ഓരോ പ്രൊജക്റ്റിൻ്റെയും സ്റ്റാറ്റസ്, എത്ര കഴിഞ്ഞു, ഇനി എത്ര കഴിയാനുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി നമുക്ക് തരാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ക്ലിക്കപ്പ് പോലുള്ള ഇഷ്ടംപോലെ സോഫ്റ്റ്വെയറുകളുണ്ട് കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ട്രെല്ലോ ഒക്കെ ഒരു എക്സാമ്പിളാണ്. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ, ഈ സോഫ്റ്റ്വെയറുകളും തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഈവൻ ചെറിയ ഒരു കമ്പനിക്ക് പോലും ക്ലിക്കപ്പിൻ്റെയൊക്കെ ഫ്രീ വേർഷൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് HR റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്. HRMS സോഫ്റ്റ്വെയറുകൾ. ഹ്യൂമൻ റിസോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളുടെ അറ്റൻഡൻസ്, പേറോള്, അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സ്, നമ്മളുടെ കംപ്ലീറ്റ് HR പോളിസി, ഇവരുടെ പെർഫോമൻസ് അപ്രൈസൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ഡാഷ്ബോർഡിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം എംപ്ലോയീസ് ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ അറ്റൻഡൻസ് മുതൽ അവരുടെ പോളിസി, ലീവ് പോളിസി, ഇങ്ങനെയുള്ള എല്ലാ പോളിസികളും HR പോളിസികളും കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ
അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കൃത്യമായി അവരിലേക്ക് എത്തിക്കാൻ ഒക്കെ ഒരു HRMS സോഫ്റ്റ്വെയർ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള HRMS സോഫ്റ്റ്വെയറുകൾ, ഇപ്പോൾ ഗ്രേറ്റ് HR പോലുള്ള HRMS സോഫ്റ്റ്വെയറുകൾ, ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു സംശയം വേണ്ട. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉടനെ തന്നെ കിട്ടും. കാരണം അത്രയധികം ഈസി ആക്കുന്നു, ഓട്ടോമേറ്റഡ് ആക്കുന്നു. HR അസിസ്റ്റന്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, പലതരത്തിലുള്ള രജിസ്റ്ററുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഒറ്റ ഡാഷ്ബോർഡിലേക്ക് കൊണ്ടുവരും. ഇതൊന്നും അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ബിസിനസ്സിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് HRMS സോഫ്റ്റ്വെയറുകൾ. അടുത്തത് സോഷ്യൽ മീഡിയ ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമുകളാണ്. പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പാബ്ലി പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് വരാവുന്നതാണ്. അപ്പോൾ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ പലതരത്തിലുള്ള നമ്മളുടെ ഫങ്ഷനാലിറ്റികളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ ജോലിയെ കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പമാക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾ സോഷ്യൽ മീഡിയയെയും മറ്റുള്ള നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ടൂളുകളും തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. വാട്സാപ്പ് ബൾക്ക് സെൻറ്റർ, വാട്സാപ്പ് API തന്നെ ഉപയോഗിക്കുന്ന ഇപ്പോൾ AI സെൻസർ പോലുള്ള അല്ലെങ്കിൽ വാട്ടിയൊക്കെ പോലെയുള്ള ഇതുപോലുള്ള വാട്സാപ്പ് ഓട്ടോമേഷൻ ടൂളുകളും നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അടുത്തത് യാതൊരു സംശയവും വേണ്ട, പക്ക AI, അതായത് ChatGPT പോലുള്ള കോപൈലറ്റ് പോലുള്ള ജെമിനി പോലുള്ള AI ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കൃത്യമായിട്ട് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാനായിരിക്കാം, വീഡിയോസ് ഉണ്ടാക്കാനായിരിക്കാം, ക്യാൻവ പോലെ ചിലപ്പോൾ പ്രീപിക്ക് പോലെ കൃത്യമായിട്ട് ഗ്രാഫിക്സ് ഉണ്ടാക്കാനായിരിക്കാം. ഇതിനൊക്കെ വേണ്ടി പണ്ട് കാലത്ത് ഒരു ഗ്രാഫിക് ഡിസൈനർ 5-6 മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്തിരുന്ന സാധനങ്ങൾ അരമണിക്കൂർ കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തു തരാൻ ഇന്ന് AI ടൂളുകൾക്ക് സാധിക്കും. അപ്പോൾ ഇത്തരം AI ടൂളുകളും കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇതെല്ലാം ഉപയോഗിക്കുന്ന വഴി ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാഫിനെ വേണ്ട എന്ന് വേണമെങ്കിൽ വെക്കാം, ഒപ്പം തന്നെ ഒരുപാട് സമയവും ലാഭിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇന്നു മുതൽ നിങ്ങൾ ഈ AI ടൂളുകൾ കൃത്യമായി അനലൈസ് ചെയ്യുന്നതിലൂടെ യാതൊരു സംശയം വേണ്ട, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഓർഗനൈസേഷനകത്ത് അനലൈസ് ചെയ്ത് എവിടെയൊക്കെയാണ് ഈ ഓട്ടോമേഷൻ സാധ്യതകൾ ഉള്ളത് എന്ന് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കാരണം പുതിയ കാലഘട്ടത്തിലെ ബിസിനസ് എങ്ങനെയാണ് സിസ്റ്റമൈസ് ചെയ്ത് റൺ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരികയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയുമാണ് ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസ് ചെയ്യുന്നത്. ഓൾ ദ ബെസ്റ്റ്.